ലിയാസ് ഗാലറി 2.0യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സോയാബീൻ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം നമുക്ക് സോയാബീൻ മുങ്ങാൻ പാകത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലാവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് അതിലേക്ക് സോയാബീൻ ഇട്ടിട്ടൊന്ന് മൂടി വയ്ക്കാം. കുതിരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സോയാബീൻ കുറച്ചൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് എല്ലാം ഓഫ് ചെയ്ത് ഇത് കുറച്ച് നേരം മൂടി വയ്ക്കാം. സോയാബീൻ കുതിരുമ്പോഴേക്കും നമുക്ക് പച്ചക്കറി നുറുക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു ഉള്ളി, ഒരു തക്കാളി, കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയുമാണ്. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അരിഞ്ഞു വെച്ച പച്ചക്കറി, തക്കാളി ഒഴികെയുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ 1 സ്പൂണ് മുളക് പൊടിയും, പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും, പിന്നെ 1 സ്പൂൺ മീറ്റ് മസാലയും 1 സ്പൂണ് ഗരം മസാലയും ചേർത്തിട്ട് മിക്സിയിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്കിതിൽ കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. സോയാബീനിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർക്കാൻ വെച്ച സോയാബീൻ എന്തായെന്ന് നോക്കാം. അപ്പോൾ സോയാബീൻ എല്ലാം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വലിയ സോയാബീൻ ആയതുകൊണ്ട് 2ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി മുറിച്ച് വെച്ച സോയാബീനിലെല്ലാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇനി മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു 5 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെക്കണം. ഇനി ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സോയാബീൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അത് ഈ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് പൊട്ടും. ഇനി നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിട്ടുള്ള തക്കാളിയും കൂടി അതിലേക്ക് ഇടും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇനി ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. സോയാബീൻ വേവുമ്പോഴേക്കും നമുക്കൊരു 1/2 കപ്പ് തേങ്ങ എണ്ണയിൽ വറുത്ത് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ സോയാബീനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ചെറിയ ചൂടിൽ നേരം ഒന്ന് വേവിക്കും. അപ്പോൾ നമ്മുടെ സോയാബീൻ മസാല ഇതാ റെഡി ആയി കഴിഞ്ഞു. നമുക്കിത് ചിക്കൻ കഴിക്കാൻ പറ്റാത്ത അവസരങ്ങളിലെല്ലാം ഉണ്ടാക്കാവുന്നതാണ്. ചിക്കൻ കഴിക്കുന്ന അതേ ഫീൽ തന്നെയാണ് ഇത് കഴിക്കുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ഓണത്തിന് മസാലക്കറി ആയിട്ടും ഇത് വിളമ്പാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ സോയ മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.